കേസുകളെ നമുക്ക് പലതായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് സിവിൽ കേസ് എന്ന് ആണ്. സിവിൽ കേസ് എന്ന് പറയുന്നത് വസ്തു സംബന്ധമായിട്ടുള്ള കേസുകളാണ് സിവിൽ കേസ് എന്ന് പറയുന്നത്. അതിനകത്ത് പോലീസിൻ്റെ ഇടപെടലുകൾ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസാണ്. ക്രിമിനൽ കേസ് എന്ന് പറയുന്നത് ക്രിമിനൽ കോടതിയിലാണ് ആ കേസ് ഫയൽ ചെയ്യുന്നത്. അതിനകത്ത് പോലീസിൻ്റെ എഫ്ഐആർ ഒക്കെ ഇട്ട് കോടതിയിൽ സമർപ്പിച്ച ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ക്രിമിനൽ കേസ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ബെയിലബിളും നോൺ ബെയിലബിളും ആയിട്ടുള്ള കേസുകളാണ്. ബെയിലബിൾ എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടുന്നതാണ്, ബെയിൽ കിട്ടുന്നതാണ്. അതായത് അതിനകത്ത് ജാമ്യം കിട്ടുന്ന, അതായത് CRPCയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജാമ്യം കിട്ടുന്നത് ഏതാണ്, ജാമ്യം കിട്ടാത്ത ഏതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ജാമ്യം കിട്ടുന്ന കേസുകളാണ് ബെയിലബിൾ എന്ന് പറയുന്നത്. നോൺ ബെയിലബിൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ജാമ്യം കിട്ടാത്തതാണ്. ഇനി ബെയിലബിളും നോൺ ബെയിലബിളും അതുപോലെ തന്നെ കൊഗ്നിസബിളും നോൺ കൊഗ്നിസബിളൊക്കെ അതിനകത്ത് വർഷങ്ങൾ, അതുപോലെ തന്നെ കിട്ടുന്ന ഫൈൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അത് പിന്നീടുള്ള വീഡിയോ ചെയ്യുന്നതാണ്. പിന്നീടുള്ളതാണ് കൊഗ്നിസബിളും നോൺ കൊഗ്നിസബിളുമായിട്ടുള്ള കേസുകൾ എന്ന് പറയുന്നത്. കൊഗ്നിസബിൾ കേസ് എന്ന് പറഞ്ഞാൽ, ഒഫൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ പോലീസിന് നേരിട്ട് കോടതിയുടെ ഇതില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ നോൺ കൊഗ്നിസബിൾ ആണെങ്കിൽ ഒരിക്കലും പോലീസിന് കോടതിയുടെ മേൽനോട്ടമില്ലാതെ അല്ലെങ്കിൽ ഒരു ഓർഡർ ഇല്ലാതെ വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ.